ജമ്മുകാശ്മീരിലെ സോജില പാസിലുണ്ടായ ഹിമപാതത്തിൽ മരണമാറായി എന്നതാണ് ശ്രീനഗറിലെ ദേശീയപാതയിൽ ഗതാഗത തടസ്സം. PR അരവിന്ദ് ഡൽഹിയിൽ നിന്ന്. അരവിന്ദ്, ഈ മരണസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഈ വൈകിയവേളയാണ് ഏതെങ്കിലും നിലയിൽ പുരോഗമിക്കുന്നുണ്ടോ ഇപ്പോഴും? അമൽ, യുദ്ധകാലാടിസ്ഥാനത്തിലാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. വൈകുന്നേരത്തോടു കൂടിയാണ് ഷോജില പാസിന് സമീപം ഹിമപാതം ഉണ്ടാവുകയും നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയും ചെയ്തത്. എന്തായാലും 7 മരണമാണ് ഇപ്പോൾ ഔദ്യോഗികമായി സർക്കാർ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 5 പേർക്ക് പരിക്കേറ്റുണ്ട്. പക്ഷേ നിരവധി വാഹനങ്ങൾ ഇപ്പോഴും ഈ മഞ്ഞിനടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം പേർ അവിടെ ഉണ്ടെന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഈ ഷോജില പാസിലേക്ക് പ്രവേശിക്കുന്നതിന് വാഹനങ്ങളുടെ ഡീറ്റെയിൽസ് എഴുതിയെടുക്കും. അപ്പോൾ ആ പരിശോധന അല്ലെങ്കിൽ ആ വിവരങ്ങൾ കൂടി പരിശോധിച്ചാൽ മാത്രമായിരിക്കും എത്ര പേർ ഈ ഹിമപാതത്തിൽ കുടുങ്ങിക്കിടക്കുന്ന കാര്യം വ്യക്തമാവുക. എന്തായാലും നേരിട്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയാണ് ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ. കൃത്യമായി ഈ ഏജൻസികൾക്കടക്കം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പോലീസും അതുപോലെ തന്നെ സൈന്യമടക്കം ഈ മേഖലയിലേക്ക് എത്തി എന്നതാണ് മനസ്സിലാവുന്നത്. കാരണം പ്രതികൂല കാലാവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ ചില ബുദ്ധിമുട്ടുകൾ ഈ രക്ഷാപ്രവർത്തനം നേരിടുകയും ചെയ്യുകയാണ്. നിരവധി വാഹനങ്ങൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുന്നു. ഇതുകൂടാതെ തന്നെ ദേശീയപാതയിലടക്കം ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. കാർഗിലിൽ നിന്ന് ശ്രീനഗറിലേക്ക് പോയ വാഹനങ്ങളാണ് ഈ ഹിമപാതത്തിൽ കുടുങ്ങുകയും ഇപ്പോൾ ഒരു വലിയ അപകടമായി മാറുകയും ചെയ്തത്. എന്തായാലും മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്ന ആശങ്കകൾ തന്നെയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവർ വ്യക്തമാക്കുന്നത്. സംസ്ഥാന ദുരന്ത നിവാരണ സേനയും അതുപോലെ തന്നെ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അടക്കമുള്ളവർ ഈ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. എന്തായാലും ഊർജിതമായി രക്ഷാപ്രവർത്തനം ഈ രാത്രിയും മുന്നോട്ട് പോവുകയാണ്. എത്രയും പെട്ടെന്ന് ഈ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഈ അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആവശ്യമായ എല്ലാ സഹായവും നൽകുമെന്നതാണ് ഇപ്പോൾ സർക്കാരുകൾ വാഗ്ദാനം നൽകിയിരിക്കുന്നത്. അതേസമയം പരിക്കേറ്റവരെ സമീപത്തെ സൈനിക ആശുപത്രിയിലേക്കും അതുപോലെ തന്നെ മറ്റ് ആശുപത്രിയിലേക്ക് അടക്കം മാറ്റിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.